അമരത്വം എന്നുള്ളത് സാധ്യമാണോ? ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമാണത്. മരണത്തെ അതിജീവിക്കുന്നതിനുള്ള രഹസ്യം തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് അവനോളം തന്നെ പഴക്കമുണ്ട്. പുരാണഗ്രന്ഥങ്ങളിലും ശാസ്ത്രപുസ്തകങ്ങളിലും മറ്റ് ഗ്രഹങ്ങളിലും പ്രപഞ്ചമൊന്നാകെയും അവന് അമരത്വത്തിന്റെ ആ രഹസ്യം തേടി നടന്നു. ഈ സമയമത്രയും ആ വലിയ രഹസ്യം നമ്മുടെ സമുദ്രങ്ങളിൽ നീന്തിത്തുടിക്കുകയായിരുന്നു. മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും മരണമുണ്ട്, ഒന്നിനൊഴിച്ച് ജെല്ലിഫിഷ്. അമരത്വത്തിന്റെ രഹസ്യത്തിലേക്കുള്ള മനുഷ്യന്റെ പിടിവള്ളിയാണ് സമുദ്രങ്ങളിൽ നീന്തിത്തുടിക്കുന്ന ഈ അപൂർവ ജീവി. എങ്ങനെയാണ് ജെല്ലിഫിഷ് മരണത്തെ അതിജീവിക്കുന്നത്? ജെല്ലിഫിഷ് എന്ന് കേൾക്കുമ്പോൾ അതിനെ ചിത്രങ്ങളിലോ നേരിട്ടോ അതിനെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിൽ തെളിയുക ജെല്ലിഫിഷിന്റെ ജീവിതചക്രത്തിലെ മെഡൂസ സ്റ്റേജാണ്. സുതാര്യമായ ബലൂണ് പോലെയുള്ള ഒരു തലയും താഴേക്ക് നീണ്ടുകിടക്കുന്ന സുതാര്യമായ കാലുകളെന്നോ വള്ളികളെന്നോ വിളിക്കാവുന്ന ഭാഗവും ചേർന്ന ഒരു സവിശേഷ രൂപമാണ് ജെല്ലിഫിഷിന്റെ മെഡൂസ സ്റ്റേജ്. യഥാർത്ഥത്തിൽ ജെല്ലിഫിഷിന്റെ ജീവിതചക്രത്തിന് 4 സ്റ്റേജുകൾ ഉണ്ട്. ആദ്യ സ്റ്റേജ് മുട്ടയാണ്. മുട്ടയിൽ നിന്നും പുറത്തുവരുന്ന ലാർവ ആയാണ് ജെല്ലിഫിഷ് തന്റെ ജീവിതം ആരംഭിക്കുന്നത്. വളരെ ചെറിയ തലയിൽ നിറയെ നാരുകൾ ഉള്ള ചുരുട്ട് രൂപത്തിലുള്ള ഈ സ്റ്റേജിൽ ജെല്ലിഫിഷ് വെള്ളത്തിലൂടെ തെന്നിനീങ്ങി എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാൻ ഒരു പാറ അന്വേഷിച്ച് നടക്കും. സുരക്ഷിതമായി പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റിയ ഒരിടം കിട്ടിയാൽ അവിടെ പറ്റിപ്പിടിച്ച് ലാർവ പോളിപ്പ് ആയി മാറും. ഈ സ്റ്റേജിൽ ഒരു പോളിപ്പ് സ്വയം പകർപ്പുണ്ടാക്കി ക്ലോൺ ചെയ്ത് അനേകായിരം പോളിപ്പുകളായി പെരുകും. ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബോട്ടിന്റെ അടിവശം മുഴുവൻ മൂടാൻ ഇവയ്ക്ക് കഴിയും. ചിലയിനം പോളിപ്പുകൾ കുറ്റിച്ചെടി പോലെ വളരെ വലുതാകാറുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ പോളിപ്പുകളിൽ നിന്നും അനേകായിരം ജെല്ലിഫിഷ് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പിന്നീട് ജെല്ലിഫിഷിന്റെ ജീവിതചക്രത്തിലെ മെഡൂസ് സ്റ്റേജ് ആരംഭിക്കുന്നു. മറ്റേതൊരു ജീവിയെയും പോലെ ജെല്ലിഫിഷിന്റെ ജീവിതത്തിന്റെ തുടക്കം വളരെ സാധാരണമാണെങ്കിലും അവയുടെ അവസാനം അല്ലെങ്കിൽ മരണം, പുനർജന്മം തികച്ചും അസാധാരണവും ആവേശമുണർത്തുന്നതുമാണ്. ജെല്ലിഫിഷ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതോടെ മെഡൂസ് സ്റ്റേജ് ആരംഭിക്കുന്നു. പ്രത്യുൽപാദനം നടക്കുന്ന സ്റ്റേജ് ആണിത്. സമുദ്രങ്ങളിലെ മറ്റ് ജീവജാലങ്ങൾക്കൊപ്പം ഇവയും ഒഴുകി നടക്കും. പൂർണ്ണവളർച്ചയെത്തിക്കഴിഞ്ഞാൽ പ്രത്യുൽപാദന സമയമാകുമ്പോൾ മുട്ടകൾ ആന്തരികമായി തന്നെ വളർന്നു വികസിക്കുകയും അമ്മ ജെല്ലിഫിഷിൽ നിന്ന് വേർപെട്ട് വെള്ളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന പ്ലാനുല ലാർവ ആകുകയും ചെയ്യും. അതേസമയം മെഡൂസ സ്റ്റേജിന്റെ അവസാനഘട്ടത്തിൽ, അതായത് മരണസമയമാകുമ്പോൾ ജെല്ലിഫിഷ് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തി അഴുകാൻ തുടങ്ങും. എന്നാൽ ഇവിടെയാണ് ആ അദ്ഭുത പുനർജന്മം നടക്കുന്നത്. അതിന്റെ കോശങ്ങൾ വീണ്ടും കൂടിച്ചേർന്ന് വീണ്ടും ജീവൻ വെക്കും. പുതിയ മെഡൂസ് ആയിട്ടല്ല, പോളിപ്പുകൾ ആയിട്ടാണ് ജെല്ലിഫിഷ് പുനർജനിക്കുന്നത്. പക്ഷേ ഈ പോളിപ്പുകളിൽ നിന്നും വീണ്ടും പുതിയ ജെല്ലിഫിഷ് കുഞ്ഞ് ജനിക്കും. ഇങ്ങനെ ഓരോ തവണയും ജെല്ലിഫിഷ് വീണ്ടും വീണ്ടും ജീവിതം ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ ജെല്ലിഫിഷിന്റെ ജീവിതം ശാസ്ത്രലോകത്തെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മരണത്തിൽ നിന്നും വീണ്ടും പോളിപ്പുകളായി ജീവിതത്തിലേക്ക് തിരിച്ചുവരിക മരണത്തെ അതിജീവിക്കൽ അല്ലെങ്കിൽ കബളിപ്പിക്കൽ തന്നെയാണത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്ന് തന്നെയാണിതെന്ന് ശാസ്ത്രഗവേഷകർ സമ്മതിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ജെല്ലിഫിഷ് ഇങ്ങനെ മരണത്തെ പുൽക്കാനും മടിക്കുന്നത്? അതുകൊണ്ട് ജെല്ലിഫിഷിന് എന്താണ് ഗുണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ ഇല്ല. പ്രായം കൊണ്ടോ അനാരോഗ്യം കൊണ്ടോ അതുമല്ലെങ്കിൽ അപകടം മണക്കുമ്പോഴോ ജെല്ലിഫിഷിന് ഈ അമരത്വശേഷി പുറത്തെടുക്കാൻ സാധിക്കും. ഈ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ ജെല്ലിഫിഷിന്റെ തല അല്ലെങ്കിൽ പാരച്യൂട്ടിന്റെ ബലൂണ് പോലെയുള്ള ഭാഗം നശിക്കാൻ തുടങ്ങും. അത് തിരികെ പോളിപ്പ് അവസ്ഥയിലേക്ക് പോകും. വീണ്ടും പാറയിൽ പറ്റിപ്പിടിച്ച് വീണ്ടും ജെല്ലിഫിഷ് ആയി മാറാനുള്ള യാത്ര തുടങ്ങും. വാർദ്ധക്യാവസ്ഥയിലുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കോശങ്ങൾ വീണ്ടും ശൈശവാവസ്ഥയിലേക്ക് രൂപം മാറ്റുന്ന ഈ പ്രക്രിയ സെല്ലുലാർ ട്രാൻസ്ഡിഫറൻസിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ജെല്ലിഫിഷിന്റെ ഈ അമരത്വ വിദ്യ മനുഷ്യർക്ക് ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ ഗുണകരമാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാനും വീണ്ടും ജീവിതം ഒന്നുകൂടി ജീവിക്കാനും സാധിക്കും.